കഴിഞ്ഞ 10-15 വർഷമായിട്ട് താൻ ഒരു ഔട്ട്ഡേറ്റഡ് ആയ ഡയറക്ടർ ആയി എന്ന വസ്തുത മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വളരെയധികം പ്രമുഖനായ ഒരു ഡയറക്ടറാണ് മിസ്റ്റർ മണിരത്നം. ഇപ്പോൾ വിൺമിഴി നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഴപ്പ് നായകനെ പുറത്തിറക്കി വിട്ടിരിക്കുന്നു. പടം കണ്ടിറങ്ങിയവർ ഒറ്റ സ്വരത്തിൽ പറയുന്നു, ഇത് വിൺമിഴി നായകനല്ല, കഴപ്പ് നായകനാണെന്ന്. ഇനി തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ പരിപ്പുകളും മദ്രാസ് ടാക്കീസിലിട്ട് വറുത്ത ആൾക്കാരെ അണ്ണാക്കിലോട്ട് കൊടുക്കാം എന്ന വിചാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒന്നാണ് മദ്രാസ് ടാക്കീസ് എന്ന് പറയാം. അതിപ്പോ മലയാളത്തിലായാലും തമിഴിലായാലും 10-20-25 വർഷം മുമ്പ് വரைക്കും നല്ല ചിത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന, ഇല്ലെങ്കിൽ നല്ലൊരു ഇൻഡസ്ട്രി ഹിറ്റ് കൊടുത്തുകൊണ്ടിരുന്ന, അതും തുടരെ ഇൻഡസ്ട്രി ഹിറ്റുകൾ കൊടുത്തുകൊണ്ടിരുന്ന പല പ്രമുഖരായ ഡയറക്ടേഴ്സും ഇപ്പൊ വന്നിട്ട് മൂക്കുകുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിലുള്ള ഏറ്റവും അവസാനത്തെ കണ്ണിയാണെന്നോ അതിലുള്ള ഒരു പുതിയ എക്സാമ്പിൾ ആണെന്നോ ഒന്നും നമുക്ക് മണിരത്നം എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി നമുക്ക് പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് പുള്ളി ചെയ്യുന്ന പല ചിത്രങ്ങളും ഒരു വട്ടം പോലും ക്ഷമിച്ചിരുന്ന് കാണാൻ കെൽപ്പുള്ള ചിത്രങ്ങളൊന്നും പുള്ളി പടച്ചു വിടുന്നില്ല എന്ന വസ്തുത പുള്ളിക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം ഇതേപോലുള്ള ചിത്രങ്ങൾ തന്നെയാണ് പുള്ളി മദ്രാസ് ടാക്കീസ് എന്ന് പറയുന്ന തന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ പുള്ളി വീണ്ടും പടച്ചുവിടാൻ പോകുന്നത്. തന്റെ കഥകൾ ഇപ്പൊ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കാലഘട്ടവുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയാത്ത കഥകളോ തിരക്കഥകളോ എടുത്തുകൊണ്ട് വന്നിട്ട് അതാണ് ഒരു മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാൻ തക്കവണ്ണമുള്ള മണ്ടന്മാരല്ല ഇപ്പോൾ ഉള്ള ജനത എന്ന് പറയുന്നത്. നിങ്ങൾ ആ സമയത്ത് എന്ത് കൊടുത്തു അതാണ് ഇപ്പോഴും വേണ്ടത് എന്നുള്ള വിചാരം താങ്കൾ മാറ്റണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും പല പ്രമുഖരായ ഡയറക്ടേഴ്സും, അതായത് അവരുടെ പീക്ക് ടൈമിൽ തുടർച്ചയായി ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള പല ഡയറക്ടേഴ്സ് ഇപ്പൊ വന്നിട്ട് മൂക്കുകുത്തി വിടുന്ന കാഴ്ച എന്തുകൊണ്ട് കാണുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് അവർക്ക് കണക്ട് ആവുന്ന കഥകൾ അവരുടെ കയ്യിൽ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഒരു കാലഘട്ടവുമായിട്ട് ഇണങ്ങുന്ന ഫിലിം മേക്കിംഗ് എന്ന സംഭവം പോലും അവർക്ക് കൈമോശം വന്നിരിക്കുന്നു എന്നതിന് തെളിവാണ് അവരുടെ ചിത്രങ്ങളെല്ലാം മൂക്കുകുത്തി വീഴുന്നത്. ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം വീണ്ടും അത് തന്നെ തുറന്നുകൊണ്ടിരിക്കും. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശങ്കർ, ഇന്ത്യ ഒട്ടാകെ സംസാരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കൊടുത്തിരുന്ന മിസ്റ്റർ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ ഇപ്പൊ മൂക്കുകുത്തി വീഴുന്ന കാഴ്ച കണ്ടതും ഇതിനൊരു ഉദാഹരണം തന്നെയാണ്. ഇനി ഇവർക്കൊക്കെ ഒരു തിരിച്ചുവരവില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇണങ്ങുന്ന കലകളുമായിട്ട് എടുത്തിട്ട് വരൂ, 2 കൈ നീട്ടി ഞങ്ങൾ സ്വീകരിക്കാം. അതൊന്നുമല്ലാതെ പഴയ ജന്മികളെ പോലെ ഞാൻ എന്ത് കൊടുക്കുന്നു അത് തന്നെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, ഞാൻ ആ കാലഘട്ടത്തിൽ നിന്ന് എന്നെ കൊണ്ട് മാറാൻ കഴിയില്ല, നിങ്ങളാണ് മാറേണ്ടത്, നിങ്ങൾ മാറി എന്റെ ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കൂ എന്ന് പറയുന്ന ഒരു ജന്മിത്വ വ്യവസ്ഥ താങ്കളുടെ സ്വഭാവത്തിൽ നിന്ന് അതെടുത്ത് മാറ്റുന്നതായിരിക്കും താങ്കളുടെ പേരും പ്രശസ്തിയും വീണ്ടും ഉയരാൻ സഹായിക്കുന്ന ഒന്ന്. താങ്കളുടെ 10 വർഷമായിട്ട് ഔട്ട്ഡേറ്റഡ് ആയ ഡയറക്ടർ ആണെന്നുള്ള ഒരു പ്രൂഫാണ് താങ്കളുടെ ചിത്രങ്ങൾ താങ്കൾ തന്നെ ഒരു വട്ടം എടുത്ത് കണ്ടിരുന്നു എങ്കിൽ താങ്കൾ വീണ്ടും ഇതേപോലുള്ള ചിത്രങ്ങൾ പടച്ചു വിടില്ലായിരുന്നു. ഇതുപോലെ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലും വന്ന് പടങ്ങളെടുത്ത് അത് 8 നിലയിൽ പൊട്ടി വീണ്ടും കൂട്ടിൽ കയറുന്ന കാഴ്ചകൾ നമ്മൾ നിരവധി കണ്ടതാണ്. ഞാൻ എന്ത് കൊടുക്കുന്നു അത് തന്നെയാണ് ഇവിടുത്തെ പ്രേക്ഷകർക്ക് വേണ്ടത്, അത് പ്രേക്ഷകർ സ്വീകരിച്ചേ മതിയാകൂ എന്ന ഒരു ധാർഷ്ട്യം ഒരു സിനിമാ ജന്മിയുടേതാണ്. ഇപ്പോ മണിസാർ കാണിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. മണിസാർ ഒരു 10 വർഷമായിട്ട് ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് മണിസാറിന് ഓൾറെഡി മനസ്സിലായ വിഷയമാണല്ലോ ഇതെല്ലാം. താനൊരു ഔട്ട്ഡേറ്റഡ് ആണെന്നും താനൊരു സിനിമാ ജന്മിയാണെന്നും ഞാൻ കൊടുക്കുന്നത് മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കേണ്ടതെന്നും മണിസാറിന് തോന്നിയത് കൊണ്ടാണല്ലോ ഇപ്പൊ 10 വർഷമായിട്ട് ഇതേപോലുള്ള അപരാധങ്ങൾ പടച്ചുവിടുന്നത്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് താങ്കൾ എടുത്ത ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ കണ്ട് താങ്കൾ തന്നെ പുളകം കൊണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വീണ്ടും താങ്കളെ കൊണ്ട് എടുക്കാൻ കഴിയൂ. അങ്ങനെ നോക്കുമ്പോൾ താങ്കൾ ഒരു സിനിമ സൈക്കോ ആകാനും ചാൻസ് ഉണ്ട്. സാധാരണ ഓഡിയൻസിന്റെ മനോഭാവം എങ്ങനെയാണ്, ഈ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നു അതൊന്നും ചിന്തിക്കാതെ താൻ എന്ത് കൊടുക്കുന്നു അത് അതേപടി വിഴുങ്ങണം എന്ന് പറയുന്നത് ഒരു സിനിമാ ജന്മിയുടെ മനോഭാവം അല്ലേ മണിസാർ? സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായമാണ്. ആ ഒരു വ്യവസായത്തിൽ താങ്കൾക്ക് മാത്രം ലാഭം ഉണ്ടായാൽ പറ്റില്ലല്ലോ. ഞങ്ങളുടെ കീശയിൽ നിന്ന് കാശ് മുടക്കി നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിന്റെ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ടല്ലോ, ആ ഒരു സംഭവം നമുക്ക് കിട്ടണ്ടേ? അതില്ലാതെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ പടച്ചു വിടുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെയല്ലേ വേണ്ടത്. നല്ലൊരു ബീഫ് കറി കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു മോശം ബീഫ് കറി കൊണ്ട് വെച്ചാൽ കിച്ചണിൽ കയറി നമ്മൾ അവിടെ പോയി ഉണ്ടാക്കുകയല്ലല്ലോ ചെയ്യാറ്. അതിന്റെ മാനേജറെയോ അതിന്റെ കുക്കിനെയോ വിളിച്ചിട്ട് നമ്മളത് പറയുകയല്ലേ ചെയ്യാറ്. അവിടെ എവിടെയാണ് പാളിപ്പോയത്, എന്തുകൊണ്ടാണ് ഇത് മോശമായത്, എനിക്ക് ഇങ്ങനെ ഒരു മോശമായ ഒരു ഫുഡ് വേണ്ട എന്നത് നമ്മൾ അവരെടുത്ത് പറയുകയല്ലേ ചെയ്യാറ്, അല്ലാതെ നമ്മൾ പോയി ഉണ്ടാക്കുകയല്ലല്ലോ. അതേ പ്രോസസ് തന്നെയാണ് ഇവിടെയും. ഒരു സിനിമ മോശമാണ്, സിനിമ ഡയറക്ടർ മോശമായി, സിനിമ ഡയറക്ടർ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് പറയുമ്പോൾ താൻ പോയി ഒരു ചിത്രം നിർമ്മിക്കൂ, താൻ പോയി ഒരു ചിത്രം സംവിധാനം ചെയ്യൂ എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണുള്ളത്? നമ്മുടെ ജോലി എന്ന് പറയുമ്പോൾ സിനിമാ സംവിധാനമല്ല, സിനിമാ സംവിധാനമാണ് എന്റെ ജോലിയെങ്കിൽ അത് ഞാൻ എപ്പോ ഔട്ട്ഡേറ്റഡ് ആയെന്ന് തോന്നുന്നു അപ്പോൾ ആ പണി വെച്ച് നിർത്തും. കാലഘട്ടത്തിനൊട്ട് മാറണം മിസ്റ്റർ, എന്നാൽ മാത്രമേ നല്ല ചിത്രങ്ങൾ വരൂ. ഇനി അതിന് സാധിക്കുന്നില്ല, എനിക്ക് സിനിമ തന്നെയാണ് എന്റെ ശ്വാസം എന്ന് പറയുന്ന സിനിമ തന്നെയാണെങ്കിൽ താങ്കൾക്ക് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. താങ്കൾക്കുള്ള പ്രൊഡക്ഷൻ കമ്പനി വെച്ചിട്ട് താങ്കൾ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാം. പുതിയ തിരക്കഥാകൃത്തുകൾ, പുതിയ കഥാകൃത്തുകൾ അവരെല്ലാം വളരെയധികം താങ്കൾ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല ചിത്രങ്ങൾ ഈ കാലഘട്ടത്തിന് യോജിക്കുന്ന ചിത്രങ്ങൾ ചെയ്യുന്നുണ്ട്. താങ്കളുടെ പീക്ക് ടൈമിൽ താങ്കൾ ചെയ്ത് വെച്ചിരുന്ന ചിത്രങ്ങൾ പോലെ വരുന്നില്ല എങ്കിൽ ഈ ഒരു കാലഘട്ടത്തിന് യോജിക്കുന്ന ചിത്രങ്ങൾ ചെയ്യുന്നു. താങ്കൾ അവിടെ പരാജയമാകുന്നു. താങ്കൾ അവിടെ പരാജയമായ വസ്തുത താങ്കൾ അംഗീകരിച്ച് പുതിയ ആൾക്കാർക്ക് താങ്കൾ അവസരം കൊടുക്കണം. താങ്കളുടെ പ്രൊഡക്ഷൻ കമ്പനി അതിനായിട്ട് താങ്കൾ അതിനായിട്ട് ഉപയോഗിക്കൂ. എന്റെ സിനിമാ ജന്മി എന്ന മനോഭാവം എന്നിൽ നിന്ന് മാറാത്തത് വരയ്ക്കും ഞാൻ ഇനിയും എന്റെ പഴയ ഔട്ട്ഡേറ്റഡ് ആയ കഥകളും എടുത്തുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അത് നിങ്ങൾ സ്വീകരിച്ച് തന്നെ ആകണം എന്ന മനോഭാവമാണെങ്കിൽ മണിസാർ, താങ്കൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചിരുന്ന പേര് താങ്കൾ താങ്കളായിട്ട് തന്നെ അതിനെ കളഞ്ഞു കുടിക്കാൻ പോകുന്നു എന്ന വസ്തുത പറയേണ്ടിയിരിക്കുന്നു. താങ്കളുടെ കഥകൾ ഔട്ട്ഡേറ്റഡ് ആയെന്നും താങ്കൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും താങ്കളെ കൊണ്ട് ഇനി മാറി ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പുതിയ ആൾക്കാർക്ക് വഴി തുറന്നു കൊടുക്കുകയാണ് വേണ്ടതെന്ന് ഒരു സാധാരണ പ്രേക്ഷകന് വരെ തോന്നിയിട്ടുണ്ടെങ്കിൽ താങ്കൾ മാറിക്കൊടുക്കുകയല്ലേ വേണ്ടത്. ഇല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുകയല്ലേ വേണ്ടത്. സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് എന്ന് കരുതിയിട്ട് ഇതേപോലുള്ള അപരാധങ്ങൾ പടച്ചുവിട്ടാൽ അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലേ താങ്കൾക്ക് തക് ലൈഫിന് കിട്ടിയ ഈ ഒരു സമ്മാനം. നിങ്ങളുടെ ഫേക്ക് ആയിട്ടുള്ള ഈ ഒരു പ്രൊമോഷൻ കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. താങ്കളെ വിശ്വസിച്ച് തിയേറ്ററിലേക്ക് വരുന്നവരെ പറ്റിക്കുമ്പോൾ അവിടെ നശിക്കുന്നത് താങ്കളുടെ സിനിമ മാത്രമായിരിക്കില്ല, താങ്കളെ പോലെ സിനിമ ആഗ്രഹിച്ച് നല്ല ചിത്രങ്ങൾ എടുക്കുന്നവരുടെ സിനിമകൾ കൂടി താങ്കളായിട്ട് നശിപ്പിക്കുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മിസ്റ്റർ മണിരത്നം.